ഞാൻ ഈ കുട്ടുവിന്റെ വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട് ഫുൾ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എന്താണ് ഫുള്ള് ആ കുട്ടുവിന്റെ അച്ഛൻ പറഞ്ഞതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അവരുടെ ചോയ്സാണ്. അവിടെ പോകണോ, അവിടെ പ്രാർത്ഥിക്കണോ, അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ആളുകളുടെ പ്രാക്ടീസാണ്. അതിലൂടെ കിട്ടുന്നത് ഇനി എത്ര മഹത്തരമായ കാര്യങ്ങളായാലും അത് ഞാൻ വേണ്ട എന്ന് വരും. പക്ഷെ ഇന്നും ആ പുസ്തകത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാത്തത് ആ കുടുംബമാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കുട്ടു എന്ന് പറയുന്ന ഇവന്മാർക്ക് പണം കൊടുത്തിട്ടാണ് ഞാൻ ഇത് എടുപ്പിച്ചത്. സ്വാഭാവികമായും ഒരു പാരാസൈക്കോളജിക്കൽ ആക്ടിവിറ്റി നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വീഡിയോ എൻ്റെ കണ്ടന്റ് ആണത്. ഞാൻ ആ വീട്ടിൽ പോയി എനിക്കെന്താണോ ഫീൽ ചെയ്തത്, പുത്ര വിയോഗ ദുഃഖം എന്ന് പറയുന്നത് ഒരു വലിയ ദുഃഖമാണ്, അത് ആവശ്യം ഉണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ടൈം, ഇതാണ് സമയം. കട്ട്. ബാക്ക് മീഡിയയിലേക്ക് സ്വാഗതം. എനിക്കോ സ്വാഗതം? അതെ, ചേട്ടന് സ്വാഗതം പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പക്ഷേ പുതിയ പുതിയ അതിഥികൾ ഒരുപാട് പേര് ബാക്ക് മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി എങ്ങനെയായിരിക്കും ബാക്ക് മീഡിയ മുന്നോട്ട് പോകാൻ പോകുന്നത്? അതൊരു വല്ലാത്ത ഉത്തരം കിട്ടാത്ത ചോദ്യമാണ്. കാര്യം നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, എന്തിനാ ബാക്ക് തുടങ്ങിയെന്ന് നമുക്കറിയില്ല. പ്രപഞ്ചം നിശ്ചയിക്കുന്ന വഴികളിലൂടെ യാത്ര ചെയ്ത് പല അതിഥികളിലൂടെ, പല അറിവുകളിലൂടെ, പല അറിവുകേടുകളിലൂടെ നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഓരോന്ന് എക്സ്പീരിയൻസ് ചെയ്ത് പഠിച്ച് ഒരു ഇത്രത്തോളം സംവിധാനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരു കൂട്ടം പ്രിയപ്പെട്ട പ്രേക്ഷകരെയും അതിഥികളെയും ഗുരുക്കന്മാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ എവിടെ നിൽക്കുന്നുവെന്നോ, ഇപ്പോൾ എന്ത് സംഭവിക്കുന്നുവെന്നോ, ഇനി എന്ത് സംഭവിക്കാൻ പോകുന്നുവെന്നോ ഒരു ബോധം നമുക്ക്. പലപ്പോഴും തെറ്റായിട്ടുള്ള സന്ദേശങ്ങൾ ബാക്ക് മീഡിയ നൽകുന്നു എന്ന് പറഞ്ഞ് പലരും അത്തരത്തിലുള്ള കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം നമ്മൾ എന്തിനാണ് ഈ ദുർമന്ത്രവാദമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ? എന്താണോ തെറ്റ് എന്ന് പറഞ്ഞു രാഹുൽ? എനിക്കറിയില്ല സത്യത്തിൽ എന്തുകൊണ്ടാണ് അവർ എല്ലാ വിഷയങ്ങൾക്കും എല്ലാ സംവിധാനങ്ങൾക്കും ഒരു രണ്ട് വശം ഉണ്ടാകും. രണ്ട് വശം, ഒരു നാണയത്തിൻ്റെ രണ്ട് വശം പോലെ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പലപ്പോഴും പല ഇൻ്റർവ്യൂകളും കഴിയുമ്പോൾ എന്തിനാണ് ഇയാളുടെ ഇൻ്റർവ്യൂ എടുത്തത് എന്ന് എന്നോട് പലരും ചോദിക്കാറുണ്ട്. അതിന് എനിക്ക് ഉത്തരവുണ്ട്. അയാൾ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ, അയാൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ, അയാളുടെ വാക്കുകളിലൂടെ, അയാളുടെ നോട്ടത്തിലൂടെ, അയാളുടെ ഒരു കരസ്പർശനത്തിലൂടെ ഒരു 10 പേർക്ക് അയാളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, 10 പേർക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അവരുടെ മാനസികാവസ്ഥയിൽ ഉയർച്ച ഉണ്ടാകുന്നുണ്ട് എങ്കിൽ അപ്പുറത്ത് നിന്ന് 10 പേര് ഇയാൾ തെറ്റാണ് എന്ന് പറയുന്നതിനകത്ത് എന്താണ് അർത്ഥമുള്ളത്? ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമാണ്, നമ്മൾ കണ്ടിട്ടുള്ള മലയാളത്തിലെ എക്കാലത്തെയും മികച്ച സിനിമകളിൽ ഒന്നാണ് നമ്മുടെ മോഹൻലാലും നെപ്പോളിയനും ഒക്കെ അഭിനയിച്ച് തകർത്ത, രേവതിയൊക്കെ അഭിനയിച്ച് തകർത്ത ദേവാസുരം. ദേവാസുരത്തിൽ ആരാ രാഹുൽ ഹീറോ? പഴയ കാലത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മോഹൻലാൽ തന്നെയായിരുന്നു ഹീറോ, മംഗലശ്ശേരി നീലകണ്ഠൻ. പക്ഷെ ഇന്ന് കൂടുതലും ചർച്ച ചെയ്യുന്നത് മുണ്ടക്കൽ ശേഖരനാണ് യഥാർത്ഥ ഹീറോ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. അതെ, അതായത് ജെൻസി കുട്ടികൾക്ക് മുണ്ടക്കൽ ശേഖരനാണ് ഹീറോ ആയി തോന്നിയത്. പക്ഷെ 90s കിഡ്സിനും 80s കിഡ്സിനും ഒക്കെ തോന്നിയത് മംഗലശ്ശേരി നീലകണ്ഠനായിരുന്നു ഹീറോ എന്നുള്ളതാണ്. കാര്യം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് മുണ്ടക്കൽ ശേഖരൻ എന്ന് പറയുന്നൊരു കഥാപാത്രം കടന്നു വരികയും പിന്നീട് അവരുടെ ജീവിതത്തിൽ അയാൾ തകർന്നൊക്കെ നിൽക്കുന്ന സമയത്ത് അയാളെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളെ മോഹൻലാൽ എന്ന് പറയുന്നതിൻ്റെ മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറയുന്ന കഥാപാത്രം കൈവെട്ടിയെടുക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. പക്ഷെ അതിൻ്റെ അപ്പുറത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് മുണ്ടക്കൽ ശേഖരന് കളത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നത്? തൻ്റെ പ്രിയങ്കരനായ അമ്മാവൻ്റെ കൊലയ്ക്ക് കാരണക്കാരനായ ഒരാൾ. അത് മുണ്ടക്കൽ ശേഖരൻ്റെ ആസ്പെക്റ്റിലാണ്. ഈ രണ്ട് ആസ്പെക്റ്റിലാണ് നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ കുറേ പേർക്ക് മുണ്ടക്കൽ ശേഖരനാണ് വില്ലനെങ്കിൽ, കുറേ പേർക്ക് മംഗലശ്ശേരി നീലകണ്ഠനാണ് വില്ലനെങ്കിൽ, മറ്റൊരു ആസ്പെക്റ്റിലേക്ക് നോക്കൂ, ഒരു പൊതുസമൂഹം നോക്കുന്ന രീതിയിൽ നോക്കൂ. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണ് മംഗലശ്ശേരി നീലകണ്ഠനെ പോലൊരു കഥാപാത്രം ജീവിച്ചിരിക്കുന്നതെന്ന് വിചാരിക്കുക. വലിയൊരു തറവാടി, ഒരുപാട് പേരും പെരുമയും നന്മയുമുള്ള ഒരു അച്ഛൻ്റെ മകൻ കുടിച്ച് കൂട്ടുകൂടി സഭ കൂടി നടക്കുക, മുഖപ്പൊടിയും വലിച്ച് ഒരു ജീപ്പിൽ കുറേ ആളുകൾ. നമ്മുടെ നാട്ടിൽ അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ട്. പഴയ പ്രതാപത്തിൻ്റെ പേര് പറഞ്ഞ് ഇപ്പോഴും പ്രമാണിമാരായി ജീവിക്കുന്ന പല ആളുകൾ. അടുത്ത നാട്ടിലെ പേര് കേട്ട വേശ്യയുടെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രിയിൽ നിത്യസന്ദർശകൻ. അങ്ങനെയുള്ളവരെ നമ്മുടെ നാട്ടിൽ ഹീറോ ആയിട്ട് ആരെങ്കിലും അംഗീകരിക്കുമോ? ഇല്ല. പൊതുസമൂഹം അവൻ്റെ കള്ള് മേടിച്ച് കുടിക്കാനും അവൻ്റെ എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ പറ്റാനും പോകുന്നവർക്ക് മാത്രമേ അവൻ നല്ലതുള്ളൂ. പൊതുസമൂഹത്തിൻ്റെ മുന്നിലും അയാൾ വില്ലനാണ്. പക്ഷേ അയാളെ ഹീറോ ആയി തോന്നിയില്ലേ? പലർക്കും ഹീറോ ആയി അനുഭവിച്ചില്ലേ, ആസ്വദിച്ചില്ലേ? ഇതുപോലെ തന്നെയാണ് എല്ലാ ആളുകൾക്കും രണ്ട് വശങ്ങളുണ്ട്. പൊതുസമൂഹത്തിന് മോശമെന്ന് തോന്നുന്ന ചില ആളുകൾക്ക്, ഇപ്പോൾ പൊതുസമൂഹം മോശമെന്ന് തോന്നുകയാണ്, പക്ഷെ അയാളെ ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ ആ പെൺകുട്ടിക്ക് മംഗലശ്ശേരി നീലകണ്ഠൻ എല്ലാം ആയില്ലേ മരണം വരെ.
എന്ന് പറയുന്നത് പോലെയാണ്. ഇപ്പോൾ രാഹുൽ ഇത് ചോദിക്കാൻ കാര്യം, നമ്മൾ ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആളുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കാണുമ്പോഴാണ് ആളുകൾ കൂടുതലും ചോദിക്കുന്നത്, ഈ നെഗറ്റീവ് എനർജി വെച്ച് കളിക്കുന്നവരെ എന്തിനാണ്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്നേ. അത് പിന്നീട് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുമെന്ന് തന്നെ നമ്മൾ കൃത്യമായി പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതാണ്. അല്ല, ഇതിൻ്റെ എല്ലാം ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു പുസ്തകത്തിലും കാണാൻ കഴിയില്ല. പക്ഷേ ഇത് പ്രാക്ടിക്കലി എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ഒരു സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരുമ്പോഴാണ് ഇനി ഇത് വല്ലതുമാണോ എന്ന് ചോദിച്ചുകൊണ്ട് പല ആളുകളും വരുന്നത്. പക്ഷേ നമ്മൾ ഒരുപാട് ഗസ്റ്റുകളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഇന്നത്തെ കൂടുതലും പ്രേക്ഷകർ ചോദിക്കുന്നത്, നിങ്ങൾ സ്പിരിച്വാലിറ്റി വിട്ട് മറ്റൊരു തലത്തിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് പല വീഡിയോയുടെയും കമൻറ്റിൻ്റെ. ഞാൻ എല്ലാ അതിഥികളോടും സ്പിരിച്വാലിറ്റി എന്ന വാക്ക്, ആത്മീയത എന്ന വാക്ക് ഉപയോഗിക്കുന്ന ആളുകളോട് കൃത്യമായി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എനിക്കിപ്പോഴും ഉത്തരം കിട്ടാതെ അലയുന്ന ഒരു ചോദ്യമാണ്, എന്താണ് സ്പിരിച്വാലിറ്റി, എന്താണ് ആത്മീയത? അതും ഞാൻ ഈ പറയുന്നത് പോലാണ് ഓരോ ആളുകളുടെയും. ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. തൊപ്പിയമ്മ എന്ന് പറയുന്ന കഥാപാത്രം, തൊപ്പിയമ്മ എന്ന് പറയുന്ന കഥാപാത്രത്തെ ദൈവമായി കണ്ട് ആരാധിക്കുന്ന, കാലിൽ തൊട്ട് തൊഴുന്ന, അവർക്ക് പിന്നാലെ നടക്കുന്ന എത്രയോ പേരുണ്ടെന്നേ. ഇല്ലേ? ഒരുപാട് പേരുണ്ട്. അവരെ കുടിച്ച ചായ വരെ കുടിക്കാൻ വേണ്ടിയിട്ട് കൂടെ നടക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെ ഒരു ഭ്രാന്തിയായി കാണുന്ന എത്ര പേരുണ്ട്? ശരിയല്ലേ? അപ്പൊ എന്താണ് നിങ്ങൾ കാണുന്ന ആത്മീയത? അപ്പൊ അവരൊരു സ്പിരിച്വൽ പേഴ്സൺ ആണോ തൊപ്പിയമ്മ? ഉത്തരം അവർ പറയട്ടെ. അല്ല, നമ്മുടെ വീഡിയോയുടെ അടിയിൽ തന്നെ ചോദിക്കാറുണ്ട്, ഈ ഭ്രാന്തന്മാരെ എന്തിനാണ് ഇന്റർവ്യൂ ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു സമൂഹത്തിലെ ഒരു കൂട്ടം ആളുകൾ അവരെ ഒരു സ്പിരിച്വൽ പേഴ്സൺ ആയി കാണുമ്പോൾ ഒരു കൂട്ടം ആളുകൾ അല്ല എന്ന് പറയുകയാണ്. അപ്പോൾ ആർക്കും ഉത്തരം നൽകാൻ കഴിയാത്തൊരു ചോദ്യമാണ് എന്താണ് സ്പിരിച്വാലിറ്റി എന്നുള്ളതാണ്. ഉത്തരം നൽകും, അത് അവരുടെ ഉത്തരമാണ്, അത് പൂർണ്ണമല്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി രാഹുൽ ഉദ്ദേശിക്കുന്നത് പൊതുസമൂഹം സ്പിരിച്വൽ എന്ന് പറയുന്ന കണ്ടന്റുകളിൽ നിന്ന് നമ്മൾ മാറിപ്പോയിട്ടുണ്ടോ എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ രാഹുലെ, അബാക് മീഡിയ എവിടെ തുടങ്ങി, എങ്ങനെ തുടങ്ങി എന്ന് 100 വട്ടം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് സ്പിരിച്വാലിറ്റിക്ക് പ്രാധാന്യം നൽകുന്ന, പൂജാവിധാനങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്ന, ഒരുപാട് ആത്മീയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്ന, നമ്മൾ ഈ എടുക്കാത്ത കണ്ടന്റുകളിൽ അപ്പുറത്തേക്ക് മറ്റ് കണ്ടന്റുകളിലൂടെ അറിവ് പകർന്നു നൽകുന്ന ചാനലുകളുണ്ട്. ഇല്ല എന്ന് പറയില്ല. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഒരുപാടുണ്ട്. മനോഹരമായ ദൃശ്യമികവോടുകൂടി, മനോഹരമായ അവതരണ ശൈലിയോടുകൂടി ആളുകളെ പഠിപ്പിക്കുന്ന, ഇൻഫർമേറ്റീവായി കാര്യങ്ങൾ കൊണ്ടുപോകുന്ന, സ്പിരിച്വൽ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ചാനലുകളുണ്ട്. എന്നിട്ടും അബാക് മീഡിയ കാണാൻ പ്രിയങ്കരരായ നമ്മുടെ പ്രേക്ഷകർ വരുന്നുണ്ട്. ഇവിടെ സമ്മിശ്രമായി കൊടുക്കാനാണ് നമ്മൾ ആഗ്രഹിച്ചിട്ടുള്ളത്. അത് തന്നെയല്ലേ നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെ, തീർച്ചയായിട്ടും. തുടക്കകാലങ്ങളിലൊക്കെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമുകൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ പിന്നീടാണ് മറ്റൊരു ചാനൽ ഉണ്ടാക്കി അത്തരം കണ്ടന്റുകൾ അങ്ങോട്ടേക്ക് മാറ്റിയത്. ഞാൻ പറയുന്നത്, എന്നോടൊരു ഗസ്റ്റ്, ഒരു പേര് ഞാൻ പറയുന്നില്ല, അബാക് മീഡിയയിൽ അതിഥിയായി വന്നൊരു ഗസ്റ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ എടുത്ത് 2 എപ്പിസോഡ് പോയതിന് ശേഷം നമ്മുടെ ടെക്നിക്കൽ ടീമിൻ്റെ മിസ്റ്റേക്ക് കൊണ്ട് ബാക്കിയുള്ള കോണ്ടന്റുകൾ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് എററായിപ്പോയി. അദ്ദേഹത്തെ തിരിച്ചു വിളിച്ച് വീണ്ടും നമ്മൾ ഷൂട്ട് ചെയ്തു. ഷൂട്ട് കഴിയുമ്പോൾ അതിൽ എഡിറ്റർ, വിഷ്വൽ എഡിറ്റർ അനാവശ്യമായ പോർഷൻസൊക്കെ കട്ട് ചെയ്ത് ഡ്രിം ചെയ്തിട്ടാണ് നമ്മൾ കൊടുക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് മുഴുവൻ ടെലികാസ്റ്റ് ചെയ്യണം. അത് സാധ്യമായ കാര്യമല്ല. ആളുകൾക്ക് കാണാൻ താല്പര്യമില്ല എന്ന് പറയുന്ന ഭാഗങ്ങളെ നമ്മൾ കട്ട് ചെയ്യും. അദ്ദേഹത്തിൻ്റെ 6-7 എപ്പിസോഡുകൾ അബാക് മീഡിയ, അബാക് ഡിബേറ്റ് പ്ലാറ്റ്ഫോമുകളിലായി നമ്മൾ പബ്ലിഷ് ചെയ്തു. ഓക്കെ, അദ്ദേഹം അതിനുശേഷം എന്നോട് വിളിച്ച് വളരെ വാഗ്വാദത്തിൽ സംസാരിച്ചു. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് തിരിച്ച് അദ്ദേഹം സംസാരിച്ച അതേ ഭാഷയിൽ തന്നെ തിരിച്ചു സംസാരിച്ചു. എനിക്ക് അതിലൊരു മടിയില്ല, പറയുന്നതിനൊരു മടിയില്ലാത്ത ഒരാളാണ്. കാരണം ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ അല്ല. അപ്പോൾ പുള്ളി എന്നോട് തിരിച്ചു പറയുന്നത്, നിങ്ങളൊരു സ്പിരിച്വൽ പേഴ്സൺ അല്ലേ, നിങ്ങൾ സ്പിരിച്വാലിറ്റിയെ പറ്റി നിങ്ങൾ ഇങ്ങനെയാണോ എന്നോട് സംസാരിക്കുക? അദ്ദേഹം എന്നോട് ചൂടായിക്കൊണ്ടാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹം സ്പിരിച്വൽ പേഴ്സൺ ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാനൊരു സ്പിരിച്വൽ പേഴ്സൺ അല്ല, ഞാനൊരു സാധാരണക്കാരനാണ്, ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം ഭയങ്കര രസകരമായൊരു സംഭവം ഉണ്ടായി. എന്നോട് ഒരു ആള് രോഹിത്തിൻ്റെ ഒരു ഫോട്ടോ അയച്ചു തരാൻ പറഞ്ഞു. പക്ഷെ എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഒരു പ്രോഗ്രാം വരുന്നുണ്ട്, അതിൽ രോഹിത്തിനൊരു മൊമെൻറ്റോ തരുന്നുണ്ട്, അപ്പോൾ അതിൽ വെക്കാനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അയച്ചു കൊടുത്തു. അത് എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ അവേഴ്സിലെല്ലാം, സ്പിരിച്വൽ പ്രോഗ്രാമിലെല്ലാം ഞാൻ ഉപയോഗിച്ച ഫോട്ടോയാണ്. ഞാനൊരു റെഡ് ഷർട്ട് ഇട്ട് ഇതുപോലെ ബട്ടൺസ് ഒക്കെ അയച്ചിട്ട് ടീഷർട്ടും ഇട്ടിട്ട് ഞാൻ നിൽക്കുന്നൊരു ഫോട്ടോയാണ്. ഇതേ ഷെയ്ഡ് തന്നെയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, അയ്യോ രോഹിത്തെ, ഈ ഫോട്ടോ അല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ ഫോട്ടോയ്ക്ക് എൻ്റെ പ്രശ്നം, നല്ല ഫോട്ടോ ആണ്, ഞാനിതാണ് കൊടുക്കാറ്. അങ്ങനെയല്ല രോഹിത്തെ, വേറൊരു ഫോട്ടോ തരുമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ മൂകാംബിക ക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുന്ന, കുർത്തയിൽ നിൽക്കുന്ന ഒരു ഷോളൊക്കെ ഇട്ടൊരു ഫോട്ടോ അയച്ചു കൊടുത്തു. അപ്പോൾ പറഞ്ഞു, രോഹിത്തെ ഇതുമല്ല. ഞാൻ ചോദിച്ചു, പിന്നെ എന്താ വേണ്ടേ?
അത് അബാക് മീഡിയയുടെ ഓണർ എന്നൊക്കെ പറയുമ്പോൾ ഒരു കോട്ട് സൂട്ട് ഇട്ടൊരു ഫോട്ടോ, ഞാൻ അങ്ങനെ ഒരു ഫോട്ടോ എൻ്റെ ഇല്ല. ഞാൻ ജീവിതത്തിൽ ഇന്ന് വരെ ധരിച്ചിട്ടില്ലാത്തൊരു വേഷമാണ് ഈ കോട്ട് സൂട്ട്. എനിക്കത് ഇഷ്ടമല്ല എന്നല്ല, അതിൻ്റെ ഒരു സാഹചര്യം വന്നിട്ടില്ല. അപ്പോൾ ആളുകൾ നമ്മളെ കാണുന്ന പല വിധത്തിലല്ലേ. ഞാൻ അവരെ വിചാരിച്ചെന്താ, ആദ്യം ഈ ഫോട്ടോ ഞാൻ അയച്ചു കൊടുക്കുമ്പോൾ അവർ പ്രതീക്ഷിക്കുന്നത് ഒരു സ്പിരിച്വാലിറ്റിയിൽ, ഒരു സ്പിരിച്വൽ ലൈഫിലൂടെ പോകുന്ന ഒരാളുടെ വേഷവിധാനങ്ങളോട് കൂടി ഒരു ഫോട്ടോയാണ് അവർ എൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നതെന്ന് കരുതിയിട്ടാണ് ഞാൻ ആ ഫോട്ടോ അയച്ചു കൊടുത്തത്, മൂകാംബികയിൽ നിന്നുള്ള ഫോട്ടോ അയച്ചു കൊടുത്തത്. അപ്പോൾ അങ്ങനെയല്ല, അവരെൻ്റെ അടുത്ത് പ്രതീക്ഷിക്കുന്നത് എന്താണ്, അബാക് മീഡിയ ബ്രോഡ്കാസ്റ്റിംഗ് ആൻഡ് പബ്ലിക്കേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്ന രോഹിത് ഒരു കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിരിക്കുന്ന ഒരു ഫോട്ടോയാണ് അവർ പ്രതീക്ഷിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ എൻ്റെ കയ്യിൽ അങ്ങനെ ഒരു ഫോട്ടോ ഇല്ല, ഞാൻ എൻ്റെ എഡിറ്റർ നീരജ് എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് തന്നെ, എന്നെ ഇച്ചിരി വണ്ണമൊക്കെ കുറപ്പിച്ച് ഒരു മഞ്ഞ ഷർട്ടൊക്കെ ഇടിപ്പിച്ചൊരു ഫോട്ടോ എഡിറ്റ് ചെയ്ത് തന്നിരുന്നു. എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ മാറി ഞാൻ ആ ഫോട്ടോ വെച്ച് കൊടുത്തിട്ട് ഇത് വെച്ചോളൂ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോകളിൽ ഒന്നാണെന്ന് പറഞ്ഞിട്ട് അതവിടെ അവസാനിപ്പിച്ചു എന്നുള്ളത്. അപ്പോൾ നമ്മളെ ആളുകൾ കാണുന്ന രീതിയോടാണ്. ചില ആളുകളുടെ വിചാരം ഞാൻ സ്പിരിച്വൽ അല്ല. കഴിഞ്ഞ ദിവസം തസ്മി ഗുരുജി തന്നെ ഉപയോഗിച്ചു. തസ്മി ഗുരുജിയും ഞാനുമായി ഒരുപാട് പദ്ധതികൾ, അദ്ദേഹത്തിൻ്റെ ആശ്രമവുമായി ബന്ധപ്പെട്ട പദ്ധതികളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, നമ്മൾ സ്പിരിച്വൽ അവേഴ്സ് അവസാനിപ്പിച്ചു, പുതിയ പേരിൽ ഒരു പ്രോഗ്രാം നമുക്ക് കണ്ടക്ട് ചെയ്യുന്നുണ്ട് ഗുരുജി, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരുജിയുടെ ശിഷ്യഗണങ്ങൾക്ക് ഒരു വിഷമമുള്ളത് ഞാൻ ഗുരുജിയോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതും മറ്റു ആരോടും എടുക്കാത്തൊരു സ്വാതന്ത്ര്യം ഗുരുജിയോട് എടുക്കുന്നതും, ഞാൻ ഈ മെഡിറ്റേഷൻ ചെയ്യാത്തപ്പോൾ ഗുരുജി എന്നോട് തിരിച്ചു പറഞ്ഞു, എനിക്കും അങ്ങനെ ഒരു വിഷമമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അധികവും സമയം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ശിഷ്യഗണങ്ങളുമായിട്ടാണ്. ഞാൻ സംസാരിക്കുന്നത് പോലും അങ്ങനെയുള്ളവരോടാണ്. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരാളോട് ഞാൻ ബന്ധം വെക്കുകയും കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിലൊന്ന് രോഹിതിനോടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഗുരുജിയുടെ ശിഷ്യത്വം സ്വീകരിക്കാതെ, ഗുരുജിയുടെ മെഡിറ്റേഷൻ പാതയിലൂടെ സഞ്ചരിക്കാതെ തന്നെ അങ്ങേക്ക് എന്നോട് ഇഷ്ടവും സ്നേഹവും ഉള്ളത് കൊണ്ടാണല്ലോ എന്നോട് സംസാരിക്കുന്നത്, അത് തന്നെയല്ലേ വലിയ കാര്യം എന്ന് ചോദിച്ചാൽ അദ്ദേഹം ആണ് എന്നും പറഞ്ഞു. അപ്പോൾ ചില ആളുകളുടെ കാഴ്ചപ്പാടിലാണ് പ്രശ്നം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതെല്ലാം നല്ലതാണ്. ഈ ലോകത്തിൽ എന്തൊക്കെ മാർഗങ്ങളിലൂടെ നമുക്ക് ചരിക്കാൻ പറ്റും. ഇപ്പം നോക്കൂ, മതം. രോഹിത് എന്ന് പറയുന്ന ആള് കൊട്ടാരക്കരയിൽ ശശിധരൻ നായർക്കും ശോഭനാകുമാരിക്കും പിറന്നത് കൊണ്ടാണ് ഹിന്ദു ആയത്, അല്ലെങ്കിൽ നായരായത്, അല്ലേ? അതെ. 18 വയസ്സിന് ശേഷം എനിക്ക് തോന്നുകയാണ്, എനിക്ക് ജീസസ് ക്രൈസ്റ്റിൻ്റെ മാർഗത്തിലൂടെ പോകുന്നതാണ് നല്ലതെന്ന് തോന്നിയാൽ എനിക്ക് ക്രിസ്തീയ മതം സ്വീകരിക്കാം, അല്ലെങ്കിൽ ഇസ്ലാം മതം സ്വീകരിക്കാം, തിരിച്ചും സ്വീകരിക്കാം. ചില ആളുകൾ അങ്ങനൊരു ചിന്തയുണ്ടെങ്കിൽ പോലും ഞാനത് ചെയ്യുന്നത് കൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് വിഷമമായാലോ, സമൂഹം എന്ത് പറയുമോ എന്ന് വിചാരിച്ച് അതിനെ തിരഞ്ഞെടുക്കാതിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ആഹാരം കഴിക്കാൻ പോവുകയാണ്, ആരും നിർബന്ധിക്കില്ല. ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറണോ നോൺ വെജ് ഹോട്ടലിൽ കയറണം, നമ്മുടെ ചോയ്സാണ്. നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ട്. അവിടെ ചെന്നാൽ എന്ത് ഫുഡ് കഴിക്കണം, ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട്. വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നു, നമ്മുടെ മുന്നിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. എത്രയോ വീടുകൾ, വിവാഹം 2 കുടുംബങ്ങൾ ഒന്നാവുകയാണ്, 2 ശരീരങ്ങൾ ഒന്നാവുകയാണ്, 2 മനസ്സൊന്നാവുകയാണ്. പുതിയൊരു രക്തബന്ധം, ഒരു രക്തബന്ധത്തിന്റെ ബന്ധമല്ലാതെ പുതിയൊരു രക്തബന്ധം പിറക്കുന്ന വേദിയാണ് വിവാഹം. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ മുന്നിൽ ഓപ്ഷൻസ് ഉണ്ട്, ഇല്ലേ? ഓപ്ഷൻ ഇല്ലാത്ത ഒരേ ഒരു കാര്യം മരണം മാത്രമാണ്. മരണത്തിന് ഓപ്ഷൻ ഇല്ല. അത് മുകളിലിരിക്കുന്നവൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ എങ്ങനെ മരിക്കണം എന്നുള്ളത്. അപ്പോൾ അബാക് മീഡിയയുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ചിലതിനോട് നമ്മൾ നോ പറയും. പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? അതായത് അവർ ഒരുപാട് കാര്യങ്ങൾ അബാക് മീഡിയയിൽ നിന്ന് വീണ്ടും പ്രതീക്ഷിക്കും. ഉറപ്പായിട്ടും ഞാൻ പറയും, ഒരു സമയത്ത് പ്രേക്ഷകരുടെ വലിയ സപ്പോർട്ട്, അതിഭീകരമായ സപ്പോർട്ട് അബാക് മീഡിയക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും സപ്പോർട്ടുണ്ട്. 2,60,000 ഓരോ ദിവസവും സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടുകയാണ്. പഴയ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോഴും, വ്യൂവേഴ്സ് ഇപ്പോഴും ചാനലിൽ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് മുഖ്യം നമ്മുടെ പ്രേക്ഷകർ തന്നെയാണ്. എന്നാൽ പ്രേക്ഷകർ ചിലത് പറയുന്നത്, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന് യാതൊരു മടിയുമില്ല. എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ 1.5 വർഷത്തിനിടയിൽ ഞാൻ പഠിച്ച ഏറ്റവും മികച്ച കാര്യം, ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും മികച്ച കാര്യം നോ എന്ന് പറയാനാണ്. എൻ്റെ ജീവിതത്തിൽ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ രാഹുൽ വന്ന് എന്നോട് പറയാണ്, രോഹിത് ചേട്ടാ എനിക്കൊരു 10,000 രൂപയുടെ ആവശ്യമുണ്ട്, ഒരു ഉച്ചയ്ക്ക് 2 മണിക്ക് തരുമോ? അപ്പോൾ എനിക്ക് നോ പറയാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ രാഹുലിനോട് പറയും, രാഹുലെ ശരിയാക്കാണെന്ന് പറയും. ആ സമയത്ത് ഞാനൊരു 5,000 രൂപ എടുക്കാൻ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊരു 5,000 രൂപയുടെ ആവശ്യത്തിന് ഞാൻ ഓടുമായിരിക്കും. എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താ? നീ വന്ന് ചോദിച്ചാൽ 10,000, എൻ്റെ 5,000, 15,000 രൂപ നമുക്ക് ആവശ്യമായി. ഈ 15,000 രൂപ ഉണ്ടാക്കുന്ന ടെൻഷനും അടിച്ച് ഞാൻ ഓടും. 2 മണിയാവുമ്പോൾ നിന്റെ കാര്യവും നടക്കില്ല, എൻ്റെ കാര്യവും നടക്കില്ല. ഇപ്പം രാഹുൽ വന്ന് എന്നോട് ഒരു 10,000 രൂപ ചോദിച്ചാൽ ഞാൻ പറയും, നോ, എൻ്റെ കയ്യിൽ ഇല്ല രാഹുലെ, വേറെ വഴി നോക്കൂ, കിട്ടുമ്പോൾ ഞാൻ തരാം.
വരാനുണ്ട്, തരാം. അപ്പോൾ എന്താ, എനിക്ക് 5000 മതി, 5000 ഉണ്ടാക്കാൻ എളുപ്പമാണ്. ഞാനൊരു ഉദാഹരണം ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞതാണ്. അപ്പോൾ ചില പ്രേക്ഷകർ നമ്മളോട് ചില കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ പറയും നോ, പറ്റില്ല. അതിന് അഹങ്കാരമായിട്ട് അല്ല, ഈ ഗുരുക്കന്മാർ തമ്മിലൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. പല വീഡിയോയുടെ അടിയിൽ വന്നിട്ട് ഇവൻ കള്ളനാണ് അല്ലെങ്കിൽ ഇവൾ കള്ളനാണ്. അത് ഞാൻ പറഞ്ഞില്ല, ചോയ്സ് ഇല്ലേ, പറയട്ടെന്നേ. ഇന്നലെ ഒരു ദിവസം ഇന്നലെ എൻ്റെ ഒരു വീഡിയോയുടെ കമൻറ്റിൽ വന്ന ഒരു കമൻ്റാണ്, രോഹിത്തിൻ്റെ അമ്മയ്ക്ക് രോഹിത്തിൻ്റെ അച്ഛനായാൽ ഉണ്ടായ മകനല്ല രോഹിത്. അത് എൻ്റെ തന്തയ്ക്ക് വിളിക്കുകയാണ്, നല്ല ഭാഷയിൽ എൻ്റെ തന്തയ്ക്ക് വിളിക്കുകയാണ്. അതിൽ ആരൊക്കെയോ മറുപടി കൊടുക്കുന്നത്, പിന്നെ കമൻറ്റുകൾ ഡിലീറ്റ് ആവുന്നു, പിന്നെ വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ വേറെ ആൾ കമൻറ്റ് വന്നു പറഞ്ഞു, രോഹിത്തെ ഏതോ ഒരു ചേച്ചിയാണെന്ന് തോന്നുന്നു, ഇതിലൊന്നും എന്തിനു വിഷമിക്കണം, അവൻ എന്നെ തെറി പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമൊന്നുമില്ല, അവൻ്റെ ചോയ്സ് അല്ലേ, അവനത് ഇഷ്ടപ്പെടാതിരിക്കാം, വിമർശിക്കാം. പക്ഷെ അവനെ ഞാൻ തിരിച്ചു പറയുമ്പോൾ അതേ മെൻറ്റാലിറ്റിയിൽ അവനത് എടുക്കണം എന്നുള്ളതാണ്. ഞാൻ അബാക് മീഡിയയിൽ വരുന്ന ചില കമന്റുകൾക്ക് അബാക് മീഡിയയുടെ പ്രൊഫൈലിൽ തന്നെ പോയിട്ട് അതേ ഭാഷയിൽ മറുപടി കൊടുക്കാറുണ്ട് എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ചില ഈ ഗുരുക്കന്മാരുടെ ഫൈറ്റിനെ പറ്റി പറയാം. പ്ലാൻഡ് ആയിട്ട് വരുന്ന കുറെ അറ്റാക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഏറ്റവും രസകരമായൊരു കാര്യം, നമ്മുടെ ഒരാൾ, പേരുള്ളതെന്ന് പറയില്ല, ഒരാൾ ഒരു ഗസ്റ്റിനെ 2-3 മാസമായി വിളിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം വന്നാൽ പ്രേക്ഷകർക്ക് കുറച്ച് വിജ്ഞാനപ്രദമായ കാര്യങ്ങൾ ലഭിക്കും എന്നതുകൊണ്ടാണ് നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനം അവർ സ്കിപ്പ് അടിച്ചു പോകും. അങ്ങനെയുള്ള ആളുണ്ട്. നമ്മൾ വിളിക്കുമ്പോൾ സ്കിപ്പായി പോകുന്ന ചില ആളുകളുണ്ട്. അത് പിന്നാടിടാവാം ഇങ്ങനെ പറയുന്ന ആളുണ്ട്. ഓക്കെ, സന്തോഷം, അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് ചോയ്സ് ആണല്ലോ, യെസ് പറയണോ നോ പറയണോ അവർക്ക് തീരുമാനിക്കും. വേറെ ചാനലുകളുണ്ട്, ചോയ്സുകളുണ്ട്. അപ്പോൾ ഇദ്ദേഹം കഴിഞ്ഞ ദിവസം ആ കുട്ടി വിളിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ വരാൻ കേട്ടോ. അദ്ദേഹം ഡേറ്റ് കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയണേ, ഞാൻ പലരോടും അബാക് മീഡിയയിൽ നിങ്ങൾ വിളിക്കുമ്പോൾ ഇൻ്റർവ്യൂവിന് പോകാമെന്ന് പറയുമ്പോൾ അവർ പറയും അബാക് മീഡിയയിലേക്ക് ഇൻ്റർവ്യൂവിന് പോകരുത്. എന്താ കാര്യം എനിക്കറിയില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം വരാതിരുന്നത്. പിന്നീട് ഞാൻ നോക്കുമ്പോൾ എന്നോട് പോകണ്ട എന്ന് പറഞ്ഞ പല ആളുകളും നിങ്ങളുടെ അതിഥികളായി എത്തിയിട്ടുണ്ട് അതിനുശേഷം. അപ്പോൾ ഇവർ തമ്മിലുള്ള ഫൈറ്റ് അതൊന്നും നമുക്ക് സംസാരിക്കാം. അങ്ങനെ ഒരു ഹേറ്റ് ക്യാമ്പയിൻ പലയിടങ്ങളിലും നടക്കുന്നുണ്ട്. നടന്നോട്ടെ, പ്രശ്നമില്ല. നമ്മളുടെ കൈകൾ പരിശുദ്ധമാണ് രാഹുലെ. ഈ ഒരു മേഖലയിൽ ഞാൻ പറയുന്നത്, ഈ ഒരു മേഖലയിലാണ്. അല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാണ്, തെറ്റ് ചെയ്യാത്തവരായിട്ട് ആരും ഇല്ല. അബാക്കിൻ്റെ ഉദ്ദേശം തികച്ചും എന്താണ്, സത്യസന്ധമാണ്, പ്യുവറാണ് എന്നുള്ളതാണ്. ഗസ്റ്റുകളെ തിരഞ്ഞെടുക്കുമ്പോൾ ഇപ്പോൾ പല ആളുകളും ഞാൻ പറയട്ടെ വേറൊരു കാര്യം. മിത്രാത്മജൻ എന്ന് പറയുന്ന ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തി. അദ്ദേഹം അത്യാവശ്യം യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്ന കുറച്ച് ഫോളോവേഴ്സ് ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ വളരെ മികച്ച രീതിയിൽ നമ്മൾ ഓടി. നമുക്ക് അബാക് മീഡിയ എന്ന് പറയുന്നത് 24ഓളം പേർ ജോലി ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. 22,500 സ്ക്വയർ ഫീറ്റിലായി 3ഓളം സ്റ്റുഡിയോ ഫ്ലോറുകൾ, അത്രയും സംവിധാനങ്ങൾ നമ്മൾ ഒരുക്കി. മാസം ഇത് റൺ ചെയ്തു പോകാൻ മാന്യമായ ഒരു തുക വേണം. സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയ റവന്യൂയിലൂടെ മാത്രം നമുക്കിത് ഏൺ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചില ആളുകൾ കൺസൾട്ടേഷനൊക്കെ ഉള്ളവർ ഇന്ന് ചെറിയൊരു തുക ഈടാക്കാറുണ്ട്. അത് പറയുന്നതിനകത്ത് എനിക്ക് ഒരു മടിയും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം എന്നോട് ഒരാൾ വിളിച്ചിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഇത് ഭയങ്കര ബിസിനസ്സാണല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടൻ കൊടുക്കുന്ന സർവീസ്, കൺസൾട്ടേഷൻ ആകട്ടെ, ഹീലിംഗ് ആകട്ടെ, എന്തുമാകട്ടെ, ചേട്ടൻ അത് ഫ്രീ ഓഫ് കോസ്റ്റിൽ അറ്റ്ലീസ്റ്റ് അബാക് മീഡിയയുടെ വീഡിയോ കണ്ടിട്ട് വിളിക്കുന്നവർക്ക് ചെയ്ത് കൊടുക്കാമെങ്കിൽ അങ്ങ് എനിക്ക് 1 രൂപയും തരണ്ട. നമുക്ക് രാഹുലെ, നമ്മളിപ്പോൾ ഇവിടെ ഇതിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. 2 ക്യാമറകൾ, 2 ക്യാമറമാൻമാർ, ഇത് എഡിറ്റ് ചെയ്യാനൊരു എഡിറ്റർ, എഡിറ്റിംഗ് മിഷൻ, എത്ര ലക്ഷം രൂപയുടെ എക്യുപ്മെൻറ്റ്സ് ഉണ്ടെങ്കിലാണ് നമുക്ക് ഈ സംവിധാനങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക. ഓക്കെ, ഞാൻ ഇത് പറയാൻ കാര്യം, ഈ മിത്രാത്മജൻ എന്ന് പറയുന്ന ആൾ ഇത്തരത്തിലിവിടെ വന്നു. ആദ്യത്തെ തവണ ഇൻ്റർവ്യൂ ചെയ്തു. 2ാമത്തെ തവണ അദ്ദേഹത്തിന് ഒരുപാട് ഫോളോവേഴ്സ് ഉണ്ട്. അദ്ദേഹം നല്ല കാര്യങ്ങളാണ് പറയുന്നത്, നല്ല ആളാണ്, ഞാൻ കുറ്റമൊന്നും പറയുന്നില്ല. പക്ഷെ അവസാനം ഇദ്ദേഹം ഇൻ്റർവ്യൂവിനൂടെ വന്നിട്ട് അദ്ദേഹമാണ് നമ്മളുടെ ഷൂട്ടിംഗ് എക്സ്പെൻസ് എത്രയാണെന്ന് തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അതിനുശേഷം നമ്മുടെ ഇവിടുന്ന് ഫോൺ കോൾ ചെയ്യുന്ന ആൾ ഇദ്ദേഹത്തെ വിളിച്ചപ്പോൾ ഇദ്ദേഹം അഹങ്കാരത്തിൻ്റെ ഭാഷയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സ്വാഭാവികമായിട്ട് ഇതിനു മുമ്പ് ഇദ്ദേഹം നമ്മുടെ ഷൂട്ട് കഴിഞ്ഞ് പോയിട്ട് കുറച്ച് സ്റ്റാറ്റസുകൾ ഇട്ടിരുന്നു. ഇവന്മാർക്ക് പണം കൊടുത്തിട്ടാണ് ഞാനിത് എടുപ്പിച്ചത്, എന്നിട്ട് അതിൻ്റെ അവസാനത്തെ എപ്പിസോഡ് ഇട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാൻ മിത്രാത്മജനെ വിളിച്ച് കാര്യം പറഞ്ഞു. മിത്രാത്മജ, അത് ശരിയായില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകേർക്കുമായി. ഇങ്ങനെയുള്ള തർക്കങ്ങൾ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അവർക്ക് ആ ഫോളോവേഴ്സ് കിട്ടുന്നുണ്ട്, അവരുടെ ഇൻ്റർവ്യൂ ഇപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്, അവരുടെ ക്ലാസ്സുകൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്, അതൊക്കെ നമ്മൾ കാണുന്നുണ്ട്, സന്തോഷമാണ്. പക്ഷേ എൻ്റെ ഒരു രീതി എന്താ, മനസ്സിലൊരു നെഗറ്റീവ് ഒരാളോട് തോന്നിയാൽ പിന്നീട് അത് പോസിറ്റീവ് ആവാൻ ഒരുപക്ഷെ വർഷങ്ങളെടുക്കും എന്നുള്ളതാണ്. അതിലൂടെ കിട്ടുന്നത് ഇനി എത്ര മഹത്തരമായ കാര്യങ്ങളായാലും അത് ഞാൻ വേണ്ട എന്ന് വെക്കും. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. അതിൽ ഏറ്റവും വലിയ കാര്യമാണ്, ഇപ്പോൾ നോക്കൂ,
ഒരു സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചെയ്തുകൊണ്ടിരുന്ന ഒരു വീഡിയോ ആണ് തിരുവനന്തപുരത്ത് നിന്നുള്ള കുട്ടു എന്ന് പറയുന്ന ഒരു യുവാവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സോൾ പ്രസൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോ. കഴിഞ്ഞ സ്പിരിച്വൽ വേവ്സ് അവസാനിച്ചു. അതുമായി ബന്ധപ്പെട്ട ആത്മാക്കൾ പറയാൻ ബാക്കി വെച്ച് തന്നെ എൻ്റെ പുസ്തകം നമ്മൾ പബ്ലിഷ് ചെയ്തു. അതിൻ്റെ 2ാം പതിപ്പിനെ കുറിച്ച് നമ്മളൊരു എപ്പിസോഡ് ചെയ്തിരുന്നു. അതിന്മേൽ കൂടിയാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെ വേണം, എന്ത് വേണം, അതിന് വേണോ എന്ന കാര്യത്തിൽ പോലും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ എനിക്കൊരു പോർഷൻ അയച്ചു തന്നൊരു വീഡിയോയുടെ. സ്വാഭാവികമായിട്ട് എനിക്ക് രാഹുലെ ഒരുപാട് തിരക്കുകൾ ഉള്ളതുകൊണ്ട് എനിക്കിപ്പോൾ മറ്റ് ചാനലുകൾ കാണാൻ വലിയ പാടാണ്. അതുകൊണ്ട് ഞാൻ റെഫർ ചെയ്യുന്ന വളരെ ചുരുക്കം ചില ചാനലുകൾ മാത്രമേ ഞാൻ എടുക്കുക. കാരണം എനിക്ക് പൊളിറ്റിക്കൽ കണ്ടന്റ് ചെയ്യണം, എൻ്റർടൈൻമെൻറ്റിൽ നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്, സ്പിരിച്വൽ പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചാനലുകളിലേക്ക് മാത്രം. ബാക്കി എൻ്റെ കൂടെ നിൽക്കുന്നവർ, നിങ്ങളെപ്പോലുള്ളവരോ അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളോ എൻ്റെ ഭാര്യയോ ഒക്കെ എനിക്ക് ചില കണ്ടന്റുകൾ അയച്ചു തന്നിട്ട് ചേട്ടൻ കണ്ടു നോക്കണേ എന്ന് പറഞ്ഞ് എനിക്ക് അയച്ചു തരാറാണ്. അത്തരത്തിൽ എനിക്കൊരു ക്ലിപ്പ് അയച്ചു തന്നു. ഞാൻ ഈ കുട്ടുവിൻ്റെ വീട്ടിൽ പോയതുമായി ബന്ധപ്പെട്ട് ഫുൾ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല. അദ്ദേഹം എന്താണ് ആ കുട്ടുവിൻ്റെ അച്ഛൻ പറഞ്ഞതെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ജോർജ് മാത്യു സാറുമായി ബന്ധപ്പെട്ടാണ്. അതിനുശേഷം കുറേ പേര് നമ്മളെ വിളിച്ചിട്ട് പല കാര്യങ്ങൾ പറഞ്ഞു, അവിടെ നടക്കുന്ന ആക്ടിവിറ്റീസിനെ പറ്റി. അതൊക്കെ അവരുടെ ചോയ്സാണ്. അവിടെ പോകണോ, അവിടെ പ്രാർത്ഥിക്കണോ, അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യണോ എന്നൊക്കെ ഉള്ളത് ആളുകളുടെ പ്രാക്ടീസാണ്. ഞാൻ അവിടെ പോയത് എന്തിനാണ്? സ്വാഭാവികമായും ഒരു പാരാസൈക്കോളജിക്കൽ ആക്ടിവിറ്റി നടക്കുന്നു എന്ന് പറയപ്പെടുന്ന ഒരു വീട് എൻ്റെ കണ്ടന്റാണത്. ഞാൻ ആ വീട്ടിൽ പോയി എനിക്കെന്താണോ ഫീൽ ചെയ്തത് അത് ഞാൻ ആത്മാർത്ഥമായി പ്രേക്ഷകരുമായി പങ്കുവച്ചു. ഞാൻ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ആ അമ്മയുടെ മുഖത്തുണ്ടായിരുന്ന വിഷമമുണ്ട്. ഞാൻ അവസാനമായിട്ട് ആ അമ്മയെ കാണുമ്പോൾ ആ മുഖത്ത് അത്രത്തോളം വിഷമമില്ല. എന്തായാലും പുത്ര വിയോഗ ദുഃഖം എന്ന് പറയുന്നത് ഒരു വലിയ ദുഃഖമാണ്. അത് ആ വിഷമം ഉണ്ടാവും. അവർക്ക് ആ സോളുമായി സംസാരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മഹത്തരമായ കാര്യമായി ഞാൻ അതിനെ കാണുന്നു. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പുസ്തകം എഴുതി. എൻ്റെ പുസ്തകം എന്ന് പറയുന്നത് എൻ്റെ തോന്നലുകളാണ്, അല്ലേ? അത് മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാനില്ല. ഒരു വീഡിയോയിലും മാനിപ്പുലേറ്റ് ചെയ്യാൻ ഞാനില്ല. ഇന്നും ആ കുടുംബത്തിനോട് ചേർന്ന് നിന്ന് അവരുടെ ആക്ടിവിറ്റീസുകൾ അബാക് മീഡിയയിലൂടെ ഇങ്ങനെ കൊടുത്താൽ, അവർ പറഞ്ഞിട്ടില്ല, അവർ എന്നോട് അങ്ങനെയൊന്നും ആവശ്യപ്പെടുകയില്ല. അവരവരുടേതായ രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അത് സംബന്ധിയായി ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെ ഉണ്ടാക്കാനും അതിലൂടെ സോഷ്യൽ മീഡിയ റവന്യൂ ഉണ്ടാക്കാനും പറ്റും. പക്ഷെ ഒരു പോയിന്റിൽ എനിക്കത് വേണ്ട എന്നെൻ്റെ മനസ്സ് പറഞ്ഞാൽ ഞാനത് അവിടെ കട്ട് ചെയ്തു. അതായത് എൻ്റെ പുസ്തകം ഇറങ്ങി, പുസ്തകത്തിൻ്റെ പ്രകാശനവുമായി ബന്ധപ്പെട്ട് അവരുടെ ഒരു ശിവയോഗി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിൽ 1-2 വിമർശനങ്ങൾ ഉയരുന്നു. ഞാൻ ആ കുടുംബത്തിന് അർഹതപ്പെട്ട പരിഗണന കൊടുത്തില്ല എന്നതായിരുന്നു അവരുടെ ആദ്യത്തെ ആക്ഷേപം. അതിന് കൃത്യമായി എൻ്റെ കയ്യിൽ മറുപടിയുണ്ട്. ആ കുടുംബം വന്നപ്പോൾ അവിടെ ഒഴിഞ്ഞു കിടന്ന കസേരകളിലാണ് നമ്മുടെ ആൾ കൊണ്ടിരുത്തിയത്, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു സ്റ്റാഫ്, നമ്മുടെ ഒരു സുഹൃത്തെന്ന് വെച്ചാൽ നമ്മുടെ ജൂഡോ ജോലി ചെയ്യുന്ന ഒരാൾ തന്നെ പറഞ്ഞു, അല്ല ചേട്ടാ ഞാൻ അവർ ചിലപ്പോൾ കേൾക്കാതെ പോയതായിരിക്കും മൈക്കിൻ്റെ ശബ്ദത്തിൽ. അതിനുശേഷം അവരെ കൊണ്ട് പുസ്തകം പ്രകാശനം ചെയ്യിപ്പിച്ചില്ല എന്നൊരു പരാതി ഉയർന്നു. സ്വാഭാവികമായിട്ട് ഞാൻ വീണ്ടും ആ വീഡിയോ ക്ലിപ്പുകൾ എടുത്ത് നോക്കി. ഞാൻ ആദ്യമേ തന്നെ അനൗൺസ് ചെയ്തിരുന്നതാണ് ആരാണ് പുസ്തകം പ്രകാശനം ചെയ്യുന്നത് എന്ന്. എൻ്റെ അമ്മയെ കൊണ്ട് അവരുടെ കുടുംബത്തിന് തന്നെയാണ് പുസ്തകം ആദ്യത്തെ കോപ്പി കൈമാറിയത്. അത് തന്നെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. അത് ആ കുടുംബത്തിന് മനസ്സ് വിഷമമായി എന്ന് പറഞ്ഞു. അത് അവർ പറഞ്ഞത് ശിവയോഗി വന്ന് പറഞ്ഞു, അതായത് കുട്ടു വന്ന് പറഞ്ഞു നിങ്ങളെ കളിയാക്കിയെന്ന്. അത് അവരുടെ വേർഷനാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ, എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ പ്രേക്ഷകരോട് സമ്മതിച്ചതിന് പ്രകാരം പ്രേക്ഷകർ അവിടെ പോവുകയും പ്രേക്ഷകർക്ക് അത് ഇഷ്ടപ്പെടുകയും അവരോടൊരു അടുപ്പം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് ഫീൽ ചെയ്താണ്, എന്നോടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് എന്ന് തോന്നുന്നത് എൻ്റെ തോന്നലാണ്. എന്നോട് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കലല്ല, എന്നോട് വന്ന് ഒരു സോള് സംസാരിക്കലല്ല, എൻ്റെ മനസ്സിലുണ്ടാകുന്ന അന്നേരം തോന്നലാണ്. ഇത് ചെയ്യൂ രോഹിത്തെ, എൻ്റെ മനസ്സ് പറയാണ്, ഞാനത് ചെയ്യും. ഓക്കെ, അത്രയും പരിപാടി, ഒരു വലിയ പരിപാടി ഓർഗനൈസ് ചെയ്ത് അവിടെ ഒരു പ്രോഗ്രാം എങ്ങനെ ചെയ്യണമെന്ന് നമുക്കറിയാം. നമ്മളത് ചെയ്തു. അതിനുശേഷം വാട്സപ്പ് ഗ്രൂപ്പിൽ വലിയ സംവാദങ്ങളുണ്ടായി. അനാവശ്യമായ വോയിസ് ക്ലിപ്പുകളൊക്കെ അതിൽ ഷെയർ ചെയ്തു പല ആളുകൾ. അപ്പോൾ എനിക്ക് മനസ്സിലായി, ദിസ് ഇസ് ടൈം, ഇതാണ് സമയം, കട്ട്. അപ്പോൾ എൻ്റെ മനസ്സ് പറയാണ്, ഇതിവിടെ നിർത്തിക്കോളൂ, കഴിഞ്ഞു. നിന്റെ ജീവിതത്തിൽ, നിന്റെ ജീവിതത്തിലെ ദിവസങ്ങളിൽ, ഇന്ന അധ്യായങ്ങളിൽ ഇത് ചെയ്യാനായിരുന്നു നിന്റെ നിയോഗം. ആ നിയോഗം അവിടെ അവസാനിക്കണം. ഇനി നോ കോംപ്രമൈസ്. ഇനി എൻ്റെ മനസ്സ് പറയണം, അല്ലെങ്കിൽ അവർ എന്തെങ്കിലും കാരണം ഉണ്ടാകണം എന്നുള്ളത്. അപ്പോൾ ആ കുടുംബവുമായി ബന്ധപ്പെട്ട് ആരോടൊക്കെയോ പറഞ്ഞ ഓരോ ഓഡിയോ ക്ലിപ്പുകൾ ഞാൻ കേൾക്കുകയാണ്. ആ പുസ്തകത്തിൽ കുട്ടുവിൻ്റെ ചിത്രം ഉപയോഗിച്ചു. ഞാൻ ഉപയോഗിച്ചു. ആ കുട്ടിയുടെ പിതാവിൻ്റെ സമ്മതത്തോടു കൂടി വാട്സപ്പിൽ അയച്ചു കൊടുത്ത് ചെയ്തോളൂ എന്ന് അദ്ദേഹം പറയുന്ന സ്ക്രീൻ റെക്കോർഡുകളും കാര്യങ്ങളും ഞാൻ എടുത്തു വെച്ചതിന് ശേഷം ഞാൻ ഉപയോഗിച്ചു. അത് ആ സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്.
ആ കുടുംബത്തിൻ്റെ സമ്മതത്തോടെ ഞാൻ അത് ചെയ്തു. ഇനി എൻ്റെ മകനുമായി ബന്ധപ്പെട്ട് ഒന്നും ചെയ്യാൻ പാടില്ല എന്ന്, അല്ലെങ്കിൽ ആ പുസ്തകം ഇറങ്ങാൻ പാടില്ല, ഇല്ല. നോക്ക് രാഹുലെ, ഞാൻ മനസ്സിലാക്കി ഞാൻ ഒരു ക്രിയേറ്ററാണ്. എനിക്കതിനെ എങ്ങനെ വേണമെങ്കിലും മാനിപ്പുലേറ്റ് ചെയ്യാം. അതെ, നമ്മൾ എത്രയോ പുസ്തകങ്ങൾ കണ്ടിട്ടുണ്ട് മാനിപ്പുലേറ്റ് അതെ, എത്രയോ പുസ്തകങ്ങൾ, ആശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. എത്രയോ സിനിമയിൽ നമ്മളുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കാറുണ്ട്. എത്രയോ പ്രോഗ്രാമുകൾ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അതെ, പക്ഷെ അതിലൊരു മാനിപ്പുലേഷൻ ഇല്ല. അതുകൊണ്ടാണ് പ്രേക്ഷകർ ആ അടിച്ച അത്രയും കോപ്പി ഏറ്റെടുത്തത്, നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇന്നും ആ പുസ്തകത്തെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാത്തത് ആ കുടുംബമാണ്. കാര്യം അത് അവരുടെ മകനെക്കുറിച്ച് എഴുതപ്പെട്ട പുസ്തകമല്ല, അത് രോഹിത്തിൻ്റെ പുസ്തകമാണ്. പക്ഷെ അതിൻ്റെ ത്രെഡ് അതാണ്. എൻ്റെ മനസ്സിൽ അതുമായി തോന്നിയ ചിന്തകളെക്കുറിച്ചാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. എൻ്റെ ആ യാത്രയിൽ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ എഴുതി. അതിൽ മാനിപ്പുലേഷൻ ഇല്ല. ഓക്കെ. ഇനി കുറേയധികം പേർ പലതും പറഞ്ഞു. അദ്ദേഹം ഇന്നത് പറഞ്ഞു, ആ അമ്മ ഇങ്ങനെ പറഞ്ഞു, അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നു, രോഗശാന്തി നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയില്ല, ഞാൻ എൻ്റെ പിന്നാലെ പോയിട്ടില്ല. ഞാനത് ഒരു പരസ്യമൊന്നും അല്ലല്ലോ ചെയ്തത്, ഒരു പ്രൊമോഷൻ വീഡിയോ അല്ല ചെയ്തത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയ ഒരു സബ്ജക്റ്റാണ്. അങ്ങനെ ഒരുപാട് സബ്ജക്റ്റുകൾക്ക് പിന്നാലെ നമ്മൾ പോയിട്ടുണ്ട്. പിന്നെ നമ്മുടെ പ്രിയപ്പെട്ട പല ഗുരുക്കന്മാരും പറഞ്ഞു, രോഹിത്തെ ഇങ്ങനെ പോകരുത്. ഞാൻ ആ പ്രോഗ്രാം കഴിഞ്ഞ് 2-3 ദിവസം ഞാൻ അനുഭവിച്ചൊരു മാനസിക വ്യഥയുണ്ട്. ആ വ്യഥയ്ക്കാൽ നിന്ന് എന്നെ റിക്കവർ ചെയ്യാൻ നോക്കൂ, എനിക്ക് എൻ്റെ മനസ്സിൽ സങ്കടം തോന്നുന്ന സമയത്ത് എന്നെ വിളിക്കുന്ന കുറേ ആളുണ്ട്, കാര്യം അറിയാതെ എന്നെ വിളിക്കുന്ന ആളുകൾ. അതിൽ കഴിഞ്ഞ 6 മാസത്തിനിടയിൽ മാത്രം ഞാൻ പരിചയപ്പെട്ട ഒരാളുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ എന്തെന്നില്ലാത്തൊരു സങ്കടവും ടെൻഷനും ഒക്കെ എൻ്റെ മനസ്സിൽ, എന്താ കാരണം അറിയാത്തൊരു സങ്കടവും വിഷമമൊക്കെ ഇരിക്കുമ്പോൾ ഈ തസ്മൈ ഗുരുജി എന്നെ വിളിക്കുന്നു രാവിലെ. അദ്ദേഹമായിട്ട് കുറേ നേരം സംസാരിച്ചു. മനസ്സിലൊരു പകുതി ആശ്വാസമായി. ഇതൊന്നും അല്ല സംസാരിക്കുന്നത് കേട്ടോ, വേറെ കുറേ കാര്യങ്ങളാണ്. പുള്ളി ഉപദേശ രൂപേണ പല കാര്യങ്ങളും പറയുന്നു. ഓക്കെ, പലതിനും നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അതിനുശേഷം വരുന്ന വഴിക്കാണ് എനിക്ക് വീണ്ടും രതീഷ് അയ്യപ്പക്കുറുപ്പ്, രതീഷ് ഏട്ടൻ്റെ കോൾ വരികയാണ്. അതായത് ശബരിമലയിലെ മണിമണ്ഡപത്തിലെ ചുമതലയുള്ള രതീഷ് അയ്യപ്പക്കുറുപ്പ്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ പരിചയപ്പെടുന്നത് എങ്ങനെയാണ്? അദ്ദേഹവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയിലും ജന ടി വിയിലും ഒക്കെ വന്ന ഒരുപാട് ഇൻ്റർവ്യൂകൾ അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ പരിചയപ്പെടണമെന്ന് ആഗ്രഹിച്ചിരുന്നൊരു മനുഷ്യനാണ്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ പ്രിയങ്കരനായ വ്യാസൻജിയാണ് എന്നെ വിളിച്ചിട്ട് പറയുന്നത്, രോഹിത്തേട്ടാ ഇതുപോലെ രതീഷ് ഏട്ടൻ നമ്പർ ചോദിച്ചു, ഞാൻ നമ്പർ കൊടുക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്പർ കൊടുത്തോളൂ, എന്നിട്ട് രതീഷ് ഏട്ടൻ്റെ നമ്പർ എനിക്കൂടെ അയക്കും, ഞാൻ വിളിച്ചോളാം. രതീഷ് ഏട്ടനെ ഞാൻ വിളിക്കുകയും അദ്ദേഹത്തെ വീട്ടിൽ പോയി കാണുകയും നിർബന്ധിച്ചൊരു ഇൻ്റർവ്യൂ എടുക്കുകയൊക്കെ ചെയ്തു. രതീഷ് ഏട്ടനോട് പറഞ്ഞു, രോഹിത്തെ കഴിഞ്ഞ ദിവസം എന്നെ വിളിച്ചെന്തിനാ? ഒരു ഇൻ്റർവ്യൂ കണ്ടു ശബരിമലയുമായി ബന്ധപ്പെട്ട് ഡോക്ടർ മനോജുമായിട്ട് എടുത്തു. രോഹിത്തെ കുറച്ച് നിർദ്ദേശങ്ങൾ പറഞ്ഞു. രോഹിതിൻ്റെ പഴയ വീഡിയോ കണ്ടിട്ടാണ് രോഹിതിനെ എനിക്ക് സംസാരിക്കണം തോന്നിയത്. കുറച്ചും കൂടി ആ പഴയ പവറിലേക്ക് തിരിച്ചു വരണം. അങ്ങനെ കുറേ സ്നേഹപരമായ കുറേ ഉപദേശങ്ങൾ എനിക്ക് തന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, രോഹിത് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, പക്ഷെ എനിക്ക് സഹോദരന്മാരായി തോന്നുന്ന ചുരുക്കം ചിലരിൽ ഒന്ന് രോഹിതാണ്. എനിക്ക് എൻ്റെ അനിയൻ്റെ സ്ഥാനത്താണ് തോന്നിയത്. നമ്മൾ 1-2 തവണയെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ നമ്മളൊരു കുടുംബാംഗമായി കാണുന്ന ഒരുപാട് പേരില്ലേ? അതെ, തീർച്ചയായിട്ടും ഒരുപാട് പേരുണ്ട്. ആ സ്വാതന്ത്ര്യത്തിൽ എടാ രോഹിത്തെ എന്ന് വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. നമുക്കറിയാം അത് സ്നേഹം കൊണ്ട് വിളിക്കുന്നതാണ്. ചില രോഹിത് സാറേ എന്ന് വിളിക്കും, പിന്നീട് സാറ് മാറി പതുക്കെ ചേട്ടനാവും, അനിയനാവും, മോനാവും. ഇതൊക്കെയല്ലേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന സന്തോഷങ്ങൾ. അപ്പോൾ നമ്മൾ ഈ അബാക് മീഡിയയിലൂടെ ഉണ്ടാക്കിയതൊരു വലിയ കുടുംബമാണ്. പലതരത്തിലാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് നിൽക്കുമ്പോൾ ഒരു പയ്യൻ വന്ന് എനിക്ക് കൈ തന്നു, വീഡിയോ ഒക്കെ കാണാറുണ്ട് ചേട്ടാ. ഞാൻ പറഞ്ഞു സന്തോഷം. പക്ഷെ ഞാൻ തിരക്കിയപ്പോൾ അവൻ കാണുന്നത് നേഷൻ ഫസ്റ്റാണ്, പൊളിറ്റിക്കൽ അനാലിസിസുകളാണ് കാണുന്നത്. ഓക്കെ, സന്തോഷം. കഴിഞ്ഞ ദിവസം ഞാൻ OJ ജനീഷിൻ്റെ ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി എറണാകുളം DCCയിൽ പോയി, നേഷൻ ഫസ്റ്റിലേക്ക്. തിരിച്ചിറങ്ങി വരുമ്പോൾ ലിഫ്റ്റിൻ്റെ അടുത്ത് നിന്നിട്ട് അവിടുത്തെ ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന കുട്ടി എന്നെ നോക്കി ചിരിച്ചു. ഞാൻ ചിരിച്ചു. വീഡിയോ കാണാറുണ്ട് കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ടും ഇത് എറണാകുളത്തെ DCC ഓഫീസാണ്. ഞാൻ വിചാരിക്കുന്നത് നേഷൻ ഫസ്റ്റാണ് കാണുന്നത്. അപ്പം ഞാൻ ഓക്കെ ഏതോ ഒരു കാര്യം ചോദിച്ചപ്പോൾ പറഞ്ഞ് അതല്ല ചേട്ടാ, ഈ പ്രേതങ്ങളൊക്കെ ഉള്ളതാണോ? അപ്പോൾ ഞാൻ ശരിയല്ല കാണണേ, അബാക് മീഡിയ കാണുന്നത്. അപ്പോൾ ആ കുട്ടിക്ക് ആലുവയിലായിരുന്നു. അപ്പോൾ നമ്മുടെ ആതിരെ ആ കുട്ടിക്ക് അറിയാം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, സന്തോഷം. അപ്പം 1000 പേരിൽ ഒരാൾ നമ്മൾ തിരിച്ചറിയുന്നു എന്ന് പറയുന്നതാണ് നമ്മുടെ സന്തോഷം. തീർച്ചയായിട്ടും. അപ്പം പദ്ധതികൾ ഒട്ടനവധി ഉണ്ട്. അല്ല, അതിനപ്പുറത്തേക്ക് ഞാൻ ചോദിക്കാൻ വന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം പല ഗസ്റ്റുകൾ ഇവിടെ വരാറുണ്ട്. അപ്പം അവർ പല രീതിയിലുള്ള ക്രിയകളായിരിക്കും അല്ലെങ്കിൽ കർമ്മങ്ങളായിരിക്കും ചെയ്യുന്നത്.
അതിൻ്റെ ഒരു ബാധ്യത അബാക് മീഡിയ എടുക്കേണ്ടതുണ്ടോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അല്ലെങ്കിൽ അപ്പം അവരെ പല ആളുകളും വിളിച്ച് പറയാറുണ്ട്, ഇന്ന ആളത്ത് പോയിട്ട് പല കാര്യങ്ങളും നടക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങളെ നമുക്ക് എങ്ങനെ നേരിടാൻ കഴിയും? രാഹുലെ, ഇതിനകത്ത് ഞാൻ കൃത്യമായി പറയട്ടെ. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരാളുടെ ഒരു ഇൻ്റർവ്യൂ എടുക്കുക, അയാളുടെ ആശയങ്ങളെക്കുറിച്ച് പറയുക, അയാളുടെ നമ്പറാണ് നമ്മൾ ഡയറക്റ്റ് കൊടുക്കുന്നത്, അല്ലേ? അതെ. നിങ്ങൾ ഇത് സംസാരിച്ചതിന് ശേഷം ഞാൻ റിക്വസ്റ്റാണ്, നിങ്ങൾ ആ ഗുരുവുമായി ബന്ധപ്പെട്ട ആരോടെങ്കിലുമോ സംസാരിച്ച് നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് അതൊരു പരിഹാരമാകുമെങ്കിൽ മാത്രം നിങ്ങൾ പണമടച്ചിട്ട് അയാളെ കൺസൾട്ട് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ജീവിതത്തിൽ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ, ഈ പ്രശ്നങ്ങൾക്കൊന്നും പരിഹാരത്തിന് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല. സെൽഫ് ഹീലിംഗ് ആണ് ജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല മാർഗം. അത് സാധ്യമാകുന്നില്ല എന്ന തോന്നലുണ്ടാകുന്നെങ്കിൽ മാത്രം ഹീലിംഗ് പ്രോസസ്സുകളിൽ മറ്റൊരാളുടെ സഹായത്തിന് വേണ്ടി പോവുക. പിന്നെ നിത്യജീവിതത്തിൽ അവനവൻ വിശ്വസിക്കുന്ന മതവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങളൊക്കെ പിന്തുടരുന്നത് നമ്മുടെ ഓറ വർദ്ധിപ്പിക്കാനും നമ്മുടെ ജീവിതത്തിൽ ഒരു മുന്നോട്ടുള്ള കുതിപ്പിനും നമുക്കൊരു എനർജി നൽകാനും ഒക്കെ സഹായിക്കും. ഞാനിപ്പോൾ എത്രയോ ആചാര്യന്മാരെ കാണുന്നു, എത്രയോ ആളുകളെ കാണുന്നു. ഞാൻ രാവിലെ കടവന്ത്രയിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് വാഹനം എടുത്തിറങ്ങിയ എന്നോടൊപ്പം ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. ഇപ്പോൾ നമ്മുടെ കൂടെ സഹോദരങ്ങൾ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും. എന്നെക്കൊണ്ട് പറ്റുന്ന ദിവസമാണെങ്കിൽ എടപ്പള്ളിയിലെത്തി ഉണ്ണി ഗണപതിയെ കണ്ടിട്ടാണ് ഞാൻ പോരുക. എൻ്റെ സാധനയും എൻ്റെ ഉപാസനയും എൻ്റെ പ്രൊട്ടക്ഷനും ഒക്കെ അവിടെയാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, പണ്ട് മുതലേ എൻ്റെ ഒരു ശീലമാണ്, എൻ്റെ മനസ്സിലൊരു വിഷമം ഉണ്ടായാൽ, സങ്കടം ഉണ്ടായാൽ, സന്തോഷം ഉണ്ടായാൽ കൊട്ടാരക്കരയിലിരിക്കുന്ന ഉണ്ണി ഗണപതിയെ കാണാൻ പോകുന്നൊരു സംഘം. ഇപ്പോൾ കൊട്ടാരക്കരയിലേക്ക് എനിക്ക് ഓടിപ്പോകാനുള്ള സാഹചര്യങ്ങളുടെ ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ ഇടപ്പള്ളിയിലെത്തും. ചിലപ്പോൾ ഞാൻ എത്തുമ്പോൾ 9:30 മണി കഴിഞ്ഞിട്ടുണ്ടാവും, ഗേറ്റ് പൂട്ടിയിട്ടുണ്ടാവും. അതാ ശ്രീകോവിലിൻ്റെ ഗേറ്റ് പൂട്ടിയിട്ട് പുറത്തു നിന്ന് തൊഴാം. ഒരു നാളികേരം വാങ്ങി ഉടയ്ക്കും, പറ്റുമെങ്കിൽ 2 കറുകമാല വാങ്ങും. ഒന്ന് എടപ്പള്ളി ഗണപതിക്കും ഒന്ന് എൻ്റെ അബാക്കിലിരിക്കുന്ന ഗണപതിക്കുമായിട്ട് ഞാൻ വരും. എനിക്കത് മതി എൻ്റെ ഒരു ദിവസത്തെ സന്തോഷകരമാക്കാൻ. അതെൻ്റെ സെൽഫ് ഹീലിംഗ് പ്രോസസ്സാണ്. അവിടുത്തെ ഒരു എനർജി ഞാൻ സ്വീകരിക്കുക എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അനുഭവത്തിൽ നിന്നുള്ള ഒരു ഉപദേശമാണത്. നിങ്ങളെക്കൊണ്ട് നിങ്ങളുടെ പ്രശ്നങ്ങൾ തീർക്കാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം മറ്റൊരാളുടെ സഹായം തേടുക. ആ സഹായം തേടുന്നത് പ്രോപ്പറായിട്ടുള്ള ആളുകളിലേക്കാണോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. പലപ്പോഴും നമുക്ക് അബദ്ധം പറ്റാത്തവരായിട്ട് ആരും ഇല്ലല്ലോ. നമ്മളൊന്നും പെർഫെക്റ്റ് അല്ല. നമ്മൾ ഒരു ഗസ്റ്റിനെ എടുക്കുമ്പോൾ അയാളെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തിയിട്ടേ എടുക്കുള്ളൂ. ഇനി നമ്മളുടെ അന്വേഷണവും പരാജയമാണെന്ന് തോന്നിപ്പോകുന്ന നിമിഷങ്ങളുണ്ട്. അവിടെ അയാളുടെ നമ്പറുകൾ വീഡിയോയിൽ നിന്ന് കട്ടാവും. ചിലപ്പോൾ വീഡിയോ തന്നെ കട്ടായെന്നിരിക്കും. പലതും വിളിച്ചിട്ട് പലരുടെയും നമ്പർ ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ കാരണം പറയാൻ പറ്റാത്തതായി, തരാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ തരാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറയാറുണ്ട് പലരോടും. അത് നിങ്ങൾക്ക് നഷ്ടമുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ല എന്ന് തോന്നിയാൽ നമ്മളത് കട്ട് ചെയ്യും. പിന്നെ അബാക് മീഡിയയിലേക്ക് പോകരുത് എന്ന് ഹെഡ് ക്യാമ്പയിൻ അടിക്കുന്നവരോട് നിങ്ങൾ ചെയ്യുക. അല്ല, പല ഗസ്റ്റുകളോടും പറയാറുണ്ട് നിങ്ങൾ അബാക് മീഡിയയിലേക്ക്. അല്ല, നിങ്ങൾ ചെയ്തോളൂ. നിങ്ങളുടെ വഴിയെ ഞങ്ങൾ വന്നിട്ടില്ല, ഞങ്ങളുടെ വഴിയെ നിങ്ങൾക്ക് വരണമെന്ന് വെച്ചാൽ വരുന്നോളൂ. കാരണം നമ്മളിതൊന്നും കണ്ടിട്ടല്ലോ രാഹുലെ തുടങ്ങിയത്. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ പറയട്ടെ, അബാക് മീഡിയയിൽ ഒരു തവണ വന്നിട്ടുള്ള ഓരോ ആളുകൾക്കും, നല്ല മനസ്സോടെ വന്നിട്ടുള്ള ഓരോ ആളുകൾക്കും അബാക് മീഡിയ അങ്ങ് കച്ചവടമാക്കി കളയാം, അബാക് മീഡിയക്ക് വില പറഞ്ഞ് കളയാം, അബാക് മീഡിയക്ക് വിലയിട്ട് കളയാം എന്ന് പറഞ്ഞ് വരുന്നവരുടെ കാര്യമല്ല ഞാൻ പറയണേ. നല്ല മനസ്സോടെ ഒരു സഹോദരങ്ങളെ പോലെ ഞങ്ങളെ കാണാൻ കഴിയുന്ന, സമൂഹത്തിന് നന്മ ഉണ്ടാകണമെന്ന് കരുതുന്ന ഏതൊരാളും ഒരു തവണ അബാക് മീഡിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ വീണ്ടും 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 എറണാകുളത്തെത്തുമ്പോൾ നമ്മളെ വിളിക്കാറുണ്ട്, കാണാറുണ്ട്. അവരുടെ സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോയി കാണാറുണ്ട്. എത്രയോ പേരെടുത്ത് പറയാകുന്ന എത്രയോ പേര് അവരുടെ ജീവിതത്തിലെ സന്തോഷങ്ങൾ, സമാധാനങ്ങൾ നമ്മളോട് പറയുന്നവർ, അവരുടെ ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളെ പറ്റി പറയുന്നവർ, വീണ്ടും അവരുടെ ജീവിതത്തിൽ ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ, സ്പിരിച്വൽ ലൈഫിൽ ഒരു വിശേഷം ഉണ്ടാകുമ്പോൾ, മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പ്രേക്ഷകരുമായി സംവദിക്കാൻ എത്തുന്ന എത്ര പേര്. ഇപ്പോൾ ദർശന എന്ന് പറഞ്ഞിട്ട് ഒരാളെ നമ്മൾ പരിചയപ്പെടുത്തി. ദർശന ഒരു ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടും, അല്ല ഒരു സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ദർശന സ്നേഹത്തോടെ ഒരു വരി കുറിക്കും. തൃശ്ശൂർ, പാലക്കാട് ഒരു ഗ്രാമത്തിൽ ഇരുന്ന് കുറച്ചു പേര് മാത്രം അറിയപ്പെടുന്ന ദർശനയെ ഈ സമൂഹം മൊത്തം അറിയിപ്പിച്ച അബാക് മീഡിയ എന്ന് പറഞ്ഞിട്ടാണ് ദർശന പോസ്റ്റ് ഇടുക. അത് ഓർമ്മപ്പെടുത്തലുകളാണ്, അല്ലേ? അത് തീർച്ചയായിട്ടും. അത് കാണുമ്പോൾ നമുക്കൊരു സമയത്ത് മറുപടി ഒന്നും കൊടുക്കാനൊന്നും പോയില്ല, കണ്ടുപോയുള്ളൂ. പക്ഷെ നമ്മുടെ മനസ്സിൽ ഒരു സ്ഥാനമുണ്ട്. അത് അങ്ങനെയല്ലേ ഒരു ഓർമ്മകൾ ഉണ്ടാവുക. നന്ദി എന്ന് പറയുന്ന വാക്യം ഉപയോഗിക്കുന്നത്, നന്ദിയൊന്നും വേണ്ട, ഓർമ്മകൾ ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത്. ശ്രീനിവാസ പൈസ, തസ്മൈ ഗുരുജി, എത്രയോ പേർ, വ്യാസൻ, മറ്റാരുടെയും പേരെടുത്ത് പറയാത്തതിൽ ആർക്കും വിഷമമൊന്നും ഉണ്ടാവരുത്.
ഇപ്പോൾ ഞാൻ പറയാം, നമ്മൾ ഈ അടുത്തിടെയായി കുറച്ച് കൂടുതൽ എപ്പിസോഡുകൾ ചെയ്ത ഒരാളാണ് ഡോക്ടർ സരിത അയ്യർ. സരിത ചേച്ചിയുടെ പ്രഭാഷണങ്ങളൊക്കെ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത സമയത്താണ് കൊട്ടാരക്കര പടിഞ്ഞാറ്റിൻകര ക്ഷേത്രത്തിൽ സ്വർണ്ണധ്വജ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സ്പോൺസറായിരിക്കുന്ന അജിത് വിനായക ഫിലിംസ് അജിത്തേട്ടൻ എന്നോട് ഇവിടെ 10 ദിവസത്തെ പ്രഭാഷണ പരമ്പരയുണ്ട്, ഒരു 10 പേരെ, രോഹിത്തിന് ഇഷ്ടമുള്ള ഒരു 10 പേരെ തരുമോ എന്ന് ചോദിച്ചു. അതിലാകെ ഡിമാൻഡ് ചെയ്തത് അലക്സാണ്ടർ ജേക്കബ് സാറിനെ അവർ ഡയറക്റ്റ് വിളിച്ചിട്ടുണ്ട്, പിന്നെ വ്യാസനെയാണ്. ഇപ്പോൾ വ്യാസൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിൽ തൊട്ട് മുമ്പിൽ പ്രഭാഷണം ഉള്ളതുകൊണ്ടും ഡേറ്റ് ഇല്ലാത്തതുകൊണ്ടും വ്യാസൻ എന്നോട് 2-3 പേരുകൾ പറഞ്ഞു, ഇന്ന ആളുകളെ കൊള്ളാൻ രോഹിത്ജി ഇവരെ വിളിക്കും. അതിലൊന്ന് സരിത അയ്യറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ചേച്ചിയെ വിളിക്കുന്നു, ബുക്ക് ചെയ്യുന്നു, കാര്യം പറയുന്നു, അതിനപ്പുറത്തേക്കൊന്നുമില്ല. അതിനുശേഷമാണ് ഞാൻ ചേച്ചിയോട്, ചേച്ചി ഇതുപോലെ ഞാൻ ഇങ്ങനെ ബാക്ക് മീഡിയ എന്ന് പറഞ്ഞ ചാനൽ നടത്താം, അപ്പോൾ ചേച്ചി അത് ശ്രദ്ധിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്, പക്ഷെ ശ്രദ്ധിച്ചിട്ടില്ല എന്നോട്. പിന്നീടും നാളുകൾക്ക് ശേഷമാണ് ചേച്ചി ഒരു ഇൻ്റർവ്യൂവിന് വേണ്ടി ഇവിടേക്ക് വരുന്നത്. പിന്നീട് ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയിട്ട് ഇൻ്റർവ്യൂ എടുത്തു. പക്ഷേ നമ്മുടെ ഒരു കുടുംബാംഗത്തെ പോലെ നമുക്ക് തോന്നിപ്പിച്ചിട്ടില്ല. ഇപ്പോൾ ചില വീഡിയോകളൊക്കെ പബ്ലിഷ് ചെയ്യുമ്പോൾ വിളിച്ച് വഴക്ക് പറയും. അതൊരു ടീച്ചറുടെ മനോഭാവത്തോടു കൂടി ചേച്ചി വിളിച്ചിട്ട് ഞാൻ വീണ്ടും വഴക്കിടാൻ വിളിച്ചതാണ്. ഞാൻ എന്താ ചേച്ചി ആ ക്യാപ്ഷൻ കൊടുത്തത് ശരിയായിട്ടില്ല, തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് പ്രേക്ഷകർ വേണം, അപ്പോൾ നമ്മൾ കൊടുത്തതായിരിക്കില്ല, അപ്പോൾ എഡിറ്റർ ഇട്ട് കൊടുത്ത് നമ്മൾ പിന്നീടായിരിക്കും മറ്റേ ചേച്ചി അപ്പോഴേ കണ്ടിട്ട് പറയും, ഇത് എൻ്റെ വീഡിയോ എനിക്കൊന്ന് അയച്ചു തരൂ, ഞാനൊന്ന് കണ്ടു നോക്കിയിട്ട് അപ്ലോഡ് ചെയ്യുക. സ്നേഹത്തോടെ ശാസിക്കുന്ന എത്രയോ പേര് നമുക്കുണ്ട്, ഇല്ലേ? ഒരു ഉദാഹരണം പറഞ്ഞാണ്, ഇങ്ങനെ എത്രയോ പേര്. ഇപ്പം നിരഞ്ജന, നമ്മൾ ആദ്യമായിട്ട് അവർ നിരഞ്ജന വിളിക്കുമ്പോൾ ആദ്യം ഇൻ്റർവ്യൂവിന് ഇരിക്കാൻ മടിയായിരുന്നു, നമ്മുടെ അടുത്ത് വന്ന് വളരെ കംഫർട്ടബിളായിട്ട് നമ്മൾ ഇൻ്റർവ്യൂ എടുത്തു. അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഓരോ സന്തോഷങ്ങളും നമ്മളോട് പറയാറുണ്ട്. ഇന്നലെ രാത്രി എന്നോട് വിളിച്ചിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനൊരു ആശയം വർക്കൗട്ട്, ഒരു ആശയം പറയുകയാണ്. ഞാൻ പറഞ്ഞ് ആലോചിക്കാവുന്ന ഒന്നാണ്, അത് അവർക്കിടെ ലാഭത്തിന് വേണ്ടിയൊന്നുമല്ല. അവരൊക്കെ 1 തവണയോ 2 തവണയോ മാത്രമേ ആ ബാക്കിൽ വന്നുള്ളൂ. അവരൊക്കെ ആഗ്രഹിക്കുന്നത് ഈ സ്ഥാപനം നന്നാവണം, നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ എത്ര പ്രേക്ഷകർ, എത്രയോ ആളുകൾ, അതിൽ പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, അഡ്വക്കേറ്റ്സ് ഉണ്ട്, ഡോക്ടർമാരുണ്ട്, എത്രയോ പേർ. അവിടെ സ്പിരിച്വൽ അവേഴ്സ് നടത്തി, 3 സ്പിരിച്വൽ അവേഴ്സ് നടത്തി. വന്നവരിൽ നിന്നെല്ലാം നമ്മൾ എന്തായി, അതിൻ്റെ ചിലവിനുള്ള പണം സമാഹരിച്ചുകൊണ്ട് തന്നെയാണ് ചെയ്തത്. സ്പിരിച്വൽ അവേഴ്സിന് ഇല്ല എന്ന് പറയാൻ എനിക്ക് തോന്നി, ഞാൻ ആ വേദിയിൽ പറഞ്ഞു. പക്ഷെ ഇപ്പോൾ അതിന് ബദലായ ഒരു പ്രോഗ്രാം വേണമെന്നൊരു തോന്നലുണ്ട്. കുറച്ചും കൂടി പബ്ലിക്കിനെ ഇൻവോൾവ് ചെയ്തിട്ടുള്ള 1-2 പരിപാടികൾ കൂടി ആ ബാക്ക് മീഡിയയിൽ വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അത്തരത്തിൽ എന്തെങ്കിലും പരിപാടികളുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ പ്രേക്ഷകർക്ക് വെക്കാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലോ വാട്സപ്പ് നമ്പറിലോ. അതെ, അതിനപ്പുറത്ത് ഇപ്പം പ്രേക്ഷകർ പലപ്പോഴും എല്ലാത്തിനകത്തും കമൻറ്റ് ഇടാറുണ്ട്. അപ്പം എല്ലാം നമുക്ക് മറുപടി കൊടുക്കാൻ കഴിയില്ല. അല്ല, ഉറപ്പായിട്ടും മറുപടി കൊടുക്കാൻ കഴിയില്ല. പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ ഉപയോഗിക്കുന്ന എൻ്റെ നമ്പർ തന്നെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. എനിക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റിയാൽ ഏറ്റവും സന്തോഷം. എനിക്ക് നിർദ്ദേശങ്ങൾ തരിക, ബാക്ക് മീഡിയയിൽ ഇന്ന കണ്ടന്റുകൾ വന്നാൽ നന്നായിരിക്കും, ഇന്ന പ്രോഗ്രാമുകൾ വന്നാൽ നന്നായിരിക്കും എന്നുള്ള തരത്തിൽ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണ്. ജീവിതത്തിൽ പ്രേക്ഷകരാണ് പറയുന്നത്, അവരാണ് ഏറ്റവും കൂടുതൽ കണ്ടന്റുകൾ കാണുന്നത്, അവർക്ക് ഇഷ്ടപ്പെട്ട കണ്ടന്റ്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട പാറ്റേണുകൾ ഏതൊക്കെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ കഴിയും. ഉറപ്പായിട്ടും അതിൽ ചെയ്യാൻ പറ്റുന്നതിനെ നല്ലതിനെ നമുക്ക് എടുക്കാം. മോശമെന്ന് നമുക്ക് തോന്നുന്നത് ചോയ്സ് ആണല്ലോ. അതെ, നല്ലത് മോശമേത് ചിന്താഗതിയാണ്. നമ്മുടെ ചിന്താഗതിയിൽ നല്ലതെന്ന് തോന്നുന്നത് ചിലതും മോശമാകാം, മോശമെന്ന് തോന്നുന്നത് നല്ലതാകാം. അപ്പോൾ ഇതിനെ നല്ലതിനെയും മോശത്തെയും തിരിച്ചെടുത്ത് ചെയ്യാൻ പറ്റുന്നവയെ നമുക്ക് എടുക്കാം. നമുക്ക് ആരോടും ദേഷ്യമോ വൈരാഗ്യമോ വിദ്വേഷമോ ഒന്നുമില്ല. ഇനി ആ ബാക്ക് മീഡിയ ചെയ്ത ഒരു വീഡിയോ കണ്ടിട്ട് ഒരാൾക്കൊരു മോശമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതും പറയുക, അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം, ഉറപ്പായിട്ടും ചെയ്യാം. ഇനി ചില ആളുകളോട് ഞാൻ പറയാറുണ്ട്, ചില ആളുകളുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ, അവർ യൂട്യൂബേഴ്സ്, മനസ്സിലായോ, നമ്മളെ കണ്ടന്റ് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാകും, അതിനൊരുപാട് മാർഗ്ഗങ്ങൾ നമുക്ക് വൃത്തിയായിട്ട് അറിയില്ലേ, ഇങ്ങനെ കണ്ടന്റുകളിലൂടെ പോകേണ്ട ആവശ്യമുണ്ടോ? ഒന്നുമില്ല. ഇതിനേക്കാൾ റീച്ചിൽ നേഷൻ ഫസ്റ്റ് എന്ന് പറഞ്ഞ പൊളിറ്റിക്കൽ ചാനലിനെ കൊണ്ടുപോകാൻ നമുക്കറിയാം, പോപ്പിൻസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കൂടുതൽ കോൺസെൻട്രേഷൻ ഇതിലാവുന്നതാണ് പ്രശ്നം. യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കാനാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അല്ല, ഇതിനു മുമ്പിട്ട് നമ്മൾ ഉണ്ടാക്കിയ ചാനലുകളാണ്. ഇപ്പം നേഷൻ ഫസ്റ്റൊക്കെ ആണെങ്കിൽ ആ ബാക്ക് മീഡിയക്ക് മുന്നേ അതിനോടൊപ്പം തന്നെ ഉണ്ടായില്ല. ആ ബാക്ക് മീഡിയ വന്ന് ഒരു 6-8 മാസത്തിന് ശേഷമാണ് നേഷൻ ഫസ്റ്റ് ചെയ്തത്. അത് പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് പണം ഉണ്ടാക്കുക അല്ലെങ്കിൽ പണം സമ്പാദിക്കുക എന്നുള്ളതല്ല. നമുക്ക് 1 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ, ഒരു 10 രൂപ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് 1 രൂപ, അതായത് 10% പൈസ സമൂഹ നന്മയ്ക്ക് വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. അതിന് പബ്ലിസിറ്റി കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. പബ്ലിസിറ്റി ആവശ്യമെന്ന് തോന്നുന്ന സാഹചര്യത്തിൽ അതിൻ്റെ പബ്ലിസിറ്റിയുമായി നമ്മൾ വരും. എന്തായാലും ആ ബാക്ക് മീഡിയ ഇവിടെ തന്നെ ഉണ്ടാവും. ആ ബാക്ക് മീഡിയയ്ക്ക് പലപ്പോഴായി പലതവണ വിലയിട്ട പല ആളുകൾ, ഞാനിപ്പോൾ കുറേ പേരുടെ പേര് പറഞ്ഞു, നല്ലതായും മോശമായും ഇടത്തിയൊക്കെ പറഞ്ഞു. ഇവരോട് ആരോടും ദേഷ്യമില്ല,
ഇപ്പോഴും സ്നേഹം മാത്രമാണ്, സ്നേഹിക്കാൻ മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്നവരോട് മാത്രം. നമ്മളോട് എങ്ങനെയാണോ പെരുമാറുന്നത് അത്തരത്തിൽ നമ്മളും തിരിച്ചു പെരുമാറും എന്നുള്ളത് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും എല്ലാവർക്കും നന്നായിരിക്കട്ടെ. നല്ല കണ്ടൻറ്റുകളുമായി ആ ബാക്ക് മീഡിയയും നമ്മുടെ ടീമും പ്രേക്ഷകർക്കൊപ്പം ഉണ്ടാവും.